ഞങ്ങളുടെ പ്രവാചകനാണ്. ഞങ്ങൾ ലോക മുസ്ലിങ്ങൾ ആരാധനയോട് അല്ലെങ്കിൽ അനുധാവനം ചെയ്യുന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. അതിൽ എതിർപ്പുള്ളവരുണ്ടാകാം, വിമർശിക്കുന്നവരുണ്ടാകാം. അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. കാരണം എതിർപ്പും വിമർശനമൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു സന്തോഷത്തോടെ. പ്രവാചകൻ ചെയ്തതെല്ലാം നന്മകൾ മാത്രമേ ഉള്ളൂ. പാപത്തിന്റെ കറപുരളാത്ത ഒരു മഹത് വ്യക്തിത്വമാണ് പ്രവാചകൻ. പാപത്തെ ഒരു ദൈവം ഒരു മറ കൊണ്ട് മറച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഹൃദയം അത്ര ശുദ്ധിയുള്ളതാണ്. നിങ്ങൾക്ക് ഓരോ കാരണങ്ങളുണ്ടാവും, അത് പറയാം. അതിനു മുമ്പ് നിങ്ങൾ ചോദിക്കുന്നത് ഒരു പാപമെങ്കിലും ഒരെണ്ണം എങ്കിലും ഉണ്ടോ പ്രവാചകൻ ചെയ്യാത്ത പാപം എന്നാണ് ചോദിച്ചത്. അതായത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ പ്രവാചകൻ ചെയ്തതെല്ലാം പാപമാണ്. അപ്പൊ ഞാന് പറയുന്നു എല്ലാ കാര്യങ്ങളും പ്രവാചകൻ പാപമുക്തനാന്ന് പറയുന്നു. അതിൽ ഒരു ഒരെണ്ണം ഞാൻ സിമ്പിളായിട്ട് പറയാം. ഒരെണ്ണമല്ല, അനവധിയുണ്ട്. പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ അല്ല ചെയ്ത കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രവാചകൻ പ്രവർത്തിച്ച കാര്യങ്ങൾ വേണമെങ്കിൽ അല്ലെങ്കിൽ മാതൃകയാക്കിയ കാര്യങ്ങൾ വേണേൽ പറയാം. അതിൽ പാപം ഉണ്ടെങ്കിൽ പറയണം. പ്രവാചകൻ പറഞ്ഞു, നീ പട്ടിണി കിടക്കുമ്പോൾ അല്ല നീ ഭക്ഷണം കഴിക്കുമ്പോൾ നിന്റെ അടുത്ത വീട്ടിലെ 40 വീടുകൾ എങ്കിലും പട്ടിണിയല്ലെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം നീ ഭക്ഷണം കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. ഇതിലെവിടെയെങ്കിലും പാപമുണ്ടോ? ഇല്ലില്ല. ഇതിൽ പാപമില്ലെന്ന് മാത്രമല്ല, പ്രാക്ടിക്കൽ അല്ല. ഇരിക്കുന്ന ആരുടെങ്കിലും വീട്ടിൽ ഇങ്ങനെ വന്ന് ചോദിച്ച അനുഭവം ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ പട്ടിണിയെ കിടന്നിട്ടുണ്ട്. ഇവിടെ വന്ന് അങ്ങനെ ചോദിക്കരുത്. ഞാൻ അതിനകത്ത് വേറെ സന്ദേശം ഉണ്ടെങ്കിൽ ഓക്കെ, അയൽക്കാരന്റെ ക്ഷേമം നിന്റെ ക്ഷേമമാണ്. ഇത് മൗലികമല്ല ആ പറയുന്നത്, സ്വന്തമല്ല. ഈ 40ന്റെ കണക്കെന്താ? ആ കണക്കിനകത്ത് അർത്ഥവും ഇല്ല. അപ്പൊ ഇത് അതിന് തന്നെയല്ല, പ്രവാചകന്റെ പഠിപ്പിക്കലല്ല വിഷയം, അദ്ദേഹത്തിന്റെ ലൈഫാണ് ഇവിടെ വിഷയം. പഠിപ്പിക്കാൻ ഇതിലും നല്ലതായിട്ട് എനിക്കത് കൂട്ടി വെച്ചാൽ പോരെ. പുള്ളി 40 പറഞ്ഞ് ഞാൻ 40 ലക്ഷം പറഞ്ഞ വിഷയം തീർന്നില്ലേ? പഠനം മൂളിപ്പോയി. അത് എത്ര കണ്ട് പ്രാക്ടിക്കലാണ്. ഇദ്ദേഹം അത് ഇവിടെ പ്രാക്ടീസ് ചെയ്തു. ഇവിടെയാണ് കാര്യം. തന്നെയല്ല, ഈ യുദ്ധഭൂമിയിൽ വെള്ളം ചോദിച്ചവന് വെള്ളം കൊടുക്കാത്ത മനുഷ്യനാണ് മറ്റുള്ളവരോട് ഈ രീതിയിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ അന്നേരം ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുള്ളതായിട്ട് കാണാൻ കഴിയുന്നില്ല. ഞാൻ പറയാം. തെളിവും കൂടെ കോയ ഇടൂ. കോയ തെളിവിടൂ. തെളിവ് എവിടെയാണുള്ളത്? എന്റെ അച്ഛൻ കുഞ്ഞു പാസ്റ്റർ, അതായത് തെളിവെന്ന് പറഞ്ഞാല് നമ്മൾ പഠിച്ചു വന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്ന കാര്യം. തെളിവ് എന്ന് പറയുമ്പോൾ തെളിവില്ലെങ്കിൽ താഴെ പോയിരിക്കണം. തെളിവില്ലെങ്കിൽ അതല്ല, ഒരു മിനിറ്റ് അജയ്, അങ്ങനെ വിടില്ല. അബ്ദുള്ള നിങ്ങള് അല്ല, കോയ കോൺഗ്രസ് അല്ലേ സംസാരിക്കുന്നത്? കോയ കോൺഗ്രസ്, ഈ പറഞ്ഞത് നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിട്ടില്ല കേട്ടോ, നോണ പറയരുതേ. ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു എന്ന് ഏത് റെക്കോർഡിങ്ങിലാ ഉള്ളത്? സാറേ, എവിടെയെങ്കിലും കോയ ഉണ്ടോ? മുസ്ലിം ഒന്നല്ല. നിങ്ങൾക്ക് എന്ത് പറ്റി? ഓക്കെ, സോറി. കോയ പണ്ട് ഡിബേറ്റ് ചെയ്യാൻ വരുമായിരുന്നു ഇവിടെ. കോയ കോൺഗ്രസ് എന്നുള്ള പേരിലാണ് വന്നുകൊണ്ടിരുന്നത്. ഒരാള് അതിന് മറുപടി പറഞ്ഞ് അതിനെ എതിർക്കുന്നു, ഒരാള് പറയും തെളിവ് ചോദിക്കുന്നു, ഒരാള് പറഞ്ഞ് ഇല്ലെന്ന് പറയുന്നു. നിങ്ങൾ മൂന്ന് അഭിപ്രായമാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഈ കൂട്ടത്തിൽ കുറച്ചെങ്കിലും വായനാശീലമുള്ള കൊടുത്തോട്ടത്തിനാണെന്ന് മനസ്സിലാവും. കൊടുത്തോട്ടം അതുകൊണ്ട് എന്ന് മനസ്സിലായത് കൊണ്ടാണ് മറുപടി പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി കൊടുത്തോട്ടം പറഞ്ഞതിന് ഞാൻ മറുപടി പറയാം. കുറച്ചുകൂടെ വായനാശീലമൊക്കെ ഉള്ളത് കൊടുത്തോട്ടത്തിനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു നിങ്ങൾ മിനിറ്റ്, എന്നെ ഇറക്കി ഒരു മിനിറ്റ് ഒന്ന് കോയ വെയിറ്റ് ചെയ്യുക. ബ്രദറെ, കൊടുത്തോട്ടം മാസ്റ്ററെ, ഞാനിത് എങ്ങാനും എവിടെയെങ്കിലും കേട്ടേക്കുന്നത് ഇങ്ങനെ വായിച്ചിട്ടുണ്ടോ? ഞാനിത് കേട്ടേക്കുന്നത് ഈ PDPയുടെ യൂത്ത് ഫ്രണ്ടിന്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ 99 കുടുംബത്തിന്റെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 99 വീട്ടിലെങ്കിലും കയറി ഭക്ഷണമുണ്ടോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ നീ ഫുഡ് കഴിക്കാവൂ എന്ന് പഠിപ്പിച്ച മഹാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം സംസാരിക്കുന്ന കേട്ടു. അല്ലാതെ എനിക്കിത് ആധികാരികമാണെന്ന് ഒരു ധാരണയില്ല. ഹദീസിലോ ഖുറാനിലേലും ഇല്ല, ഹദീസിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇതാണ് എൻ്റെ അവസ്ഥ. ഇനി ആണെങ്കിൽ തന്നെ ക്ലാസ് അല്ല ഞങ്ങൾ ചോദിക്കുന്നത്, അവിടെ ഞങ്ങളെല്ലാം ഒരുപോലെ നിൽക്കുന്നു. മുഹമ്മദ് പ്രാക്ടീസ് ചെയ്ത ഒരു കാര്യമാണ് ഇവിടെ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ളത്. മനസ്സിലായി അല്ല കാണും. കൊടുത്തോട്ടം മാസ്റ്ററെ, ഇപ്പൊ നമ്മുടെ ഇവിടെ പ്രാക്ടിക്കാലിറ്റി പറഞ്ഞായിരുന്നല്ലോ. ഈ 40 വീടുകളിൽ 3 നേരം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പോയി ചോദിക്കുന്നതിന്റെ പ്രാക്ടിക്കാലിറ്റി
പോസിബിൾ ആണോ? ഓ അത് തന്നെയല്ലേ നമ്മൾ പറയാം, നടക്കാത്ത കാര്യമല്ലേ അത്. മുമ്പേ മുഹമ്മദ് ഈ 11 വീട്ടിൽ കയറി കാര്യങ്ങൾ സാധിച്ചേച്ച് പോരുന്നു എന്ന് പറഞ്ഞുള്ള കേസാണ്. ശലോമോൻ ഒരു രാത്രി 89 പേരോടൊത്ത് ശയിച്ചു എന്ന് വ്യാഖ്യാനിച്ചു വെച്ചേക്കുന്ന പോലെയാണ്. ഇതുവല്ലോ മനുഷ്യനെ കൊണ്ട് പറ്റുമോ? ഇപ്പോ കോയക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ് ഇത് ഇതില് ഇതില് താങ്ക് യു. ഇത് ഞാൻ പറഞ്ഞു നിങ്ങളൊരു വാദത്തിന് വേണ്ടി വിജയിക്കാൻ നിങ്ങൾക്ക് പറയാം. പക്ഷെ നമ്മുടെ ചുറ്റുവട്ടത്ത് പണ്ട് കാലത്ത് ഇപ്പൊ വളരെ എളുപ്പമാണ് നമ്മൾ മനസ്സിലാക്കുന്ന. കാരണം റെസിഡൻസ് അസോസിയേഷനും മറ്റുമൊക്കെ ഉള്ളപ്പോൾ എപ്പോഴും ചർച്ചയാണ് വാർഡുകളിൽ. ഇന്ന വീട്ടിൽ രോഗമുള്ളവരുണ്ട്, ഇന്ന വീട്ടിൽ പട്ടിണിയുള്ളവര്. യുക്തിപരമായി നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുന്നു. നിങ്ങൾ യുക്തിപരമായി ലോജിക്കലി ചിന്തിക്കുന്നില്ല, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ കാര്യം. പണ്ട് കാലഘട്ടത്തിലും നമ്മൾ അറിഞ്ഞിരുന്നു, ഒരു വീട്ടിൽ ഭക്ഷണം വെച്ചില്ല എങ്കിൽ ദരിദ്രമായ വീടുകൾ നമുക്കറിയാം. ഇന്ന വീട് ദാരിദ്ര്യമുള്ള വീടാണ്, അവിടെ നമുക്ക് പോയി ചോദിക്കാം, അപ്പോൾ നിങ്ങൾ വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും അന്വേഷിക്കും. കാരണം നിങ്ങളെ കൊണ്ട് സ്വന്തം വയറ് മാത്രം നോക്കുന്ന കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അതിനെ ഒരുപക്ഷെ നിങ്ങളത് അന്വേഷിക്കുന്ന പ്രാക്ടിക്കൽ അല്ലെന്ന് പറയുന്നത്. സലീമെ ഒരു സലീമെ വിശ്വാസി സലീമെ അച്ഛൻ കുഞ്ഞ് സലീമെ ഇടയ്ക്ക് കയറല്ലേ, അച്ഛൻ കുഞ്ഞ് ഇടയ്ക്കല്ല, ഒരു ഇടയ്ക്ക് സെക്കൻഡ് ഞാൻ കയറല്ലേ. പറയട്ടെ. അയ്യേ, അതെ അതെന്തോ ഒരു സലീമ് സെക്കൻഡ് ഞാൻ സംസാരിക്കട്ടെ, ഒന്ന് സെക്കൻഡ് അടങ്ങിയിരി. നിങ്ങൾ അല്ല മ്യൂട്ട് ചെയ്യൂ. സലീമ് അല്ല, ഇതിന്റെ തെളിവ് തോറ്റ താങ്ക് യു. എന്താണുള്ളത്? അതിന് നിങ്ങൾക്ക് തെളിവില്ല ഇരുത്തണ്ട, എന്ന് ഞാൻ സലീം പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ തിരുത്തിക്കോ. സ്ഥിതിക്ക് അതെ ഇല്ല അതെ അതെ. വേണ്ട. സലീം ഇവിടെ സമയം കളയാനില്ലാത്തതുകൊണ്ടാണ്. സലീമിന് അപ്പൊ ഈ സംഗതി പറഞ്ഞു എന്നുള്ളതിന് യാതൊരു തെളിവും ഇല്ലല്ലോ. അല്ല ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? പറയാത്ത കാര്യങ്ങളൊന്നും ഞങ്ങൾ പറയത്തിന് തെളിവുണ്ടോ ഇല്ലയോ? തെളിവ് വേണം. തെളിവുണ്ട്. ഇങ്ങനെ തെളിവ് വേണം. ഇങ്ങനെ മുഹമ്മദ് പറഞ്ഞു എന്നുള്ളതിന് തെളിവ് കൊണ്ടുവരും, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. പിന്നെ ഇവിടെ സംസാരിച്ചു വന്ന വിഷയം മുഹമ്മദിന്റെ പഠിപ്പിക്കലുകളല്ല എന്ന് കൊടുത്തോട്ടം മാസ്റ്റർ വ്യക്തമായിട്ട് പറഞ്ഞു. ഇവിടെ ഞങ്ങൾ ചോദിച്ച ചോദ്യം ടൈറ്റിലുള്ളത് പാപത്തെക്കുറിച്ചാണ്, അല്ലാതെ എന്ത് പഠിപ്പിച്ചു എന്നുള്ളതല്ലല്ലോ. അതുകൊണ്ട് താങ്കൾ പറയുക, ഈ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ ഇവിടെ കൊടുത്തോട്ടം പാസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ പാപമാണോ? ശരി, ഒരു പ്രാക്ടിക്കലി ഞാൻ 6 പറയാം. വയസ്സായി പ്രാക്ടിക്കൽ ഒരെണ്ണം ഞാൻ പറയാം. കേൾക്കൂ, ഞാൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞില്ലല്ലോ. 5 വയസ്സും 8 മാസവും പ്രായമുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ചോദിക്കുന്നത് മാന്യമായ പ്രവൃത്തിയാണോ? ഇപ്പൊ അങ്ങോട്ട് പോയി. മ- ചോദ്യം വെച്ച് എന്താണ് ഏത് ഞങ്ങൾ അവിടെ തന്നെയാണ് മുഹമ്മദ് നിൽക്കുന്നത്, ചെയ്യാത്ത? അല്ല, നിങ്ങൾക്ക് മുഹമ്മദ് ചെയ്യാത്തതോ? 5 വയസ്സും 8 മാസവും പ്രായമുള്ള ഒരു കുട്ടിയെ പച്ചപ്പട്ടിൽ പുതപ്പിച്ച് പൊതിഞ്ഞ് കാണിച്ചു കൊടുത്ത ആ വ്യക്തിയെ കല്യാണം കഴിക്കാൻ കൂട്ടുകാരന്റെ വീട്ടിൽ പോയിട്ട് മോളെ ചോദിക്കുന്നത് മാന്യതയുള്ള കാര്യമാണോ? താങ്കൾ 5 വയസ്സും 8 മാസവും പ്രായമുള്ള കുഞ്ഞിനെ വിവാഹത്തിന് ചോദിക്കുമോ? ശരി, അതിന് മറുപടി ജിൻഡിൽ ബദനോട് പറയാം. വെപ്രാളവും ബഹളവും കാണിക്കരുത്. ഒരു സംഭവം നടക്കുമ്പോൾ ആ സംഭവം നടക്കുന്ന സമയത്ത്, ആ സംഭവം നടക്കുന്ന കാലഘട്ടത്തിൽ ജൂതന്മാര് പോലും അൽ അമീൻ എന്ന് വിളിച്ചൊരു പ്രവാചകനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ ജൂതന്മാരോ അല്ലെങ്കിൽ പക്ഷെ അവര് കുപ്പക്കൊന്നര ഈന്തപ്പനേന്ന് വിളിച്ചിട്ടുണ്ട്. ബഹളം വരുന്ന കണ്ട യഹൂദനും എനിക്കറിയാം. അൽ അമീൻ എന്ന് വിളിച്ചിട്ടില്ല. നിങ്ങൾക്ക് മറുപടി ഇല്ലാത്ത കുറെ ഡെമ്മികളെ വിളിച്ചിരുത്തി ചർച്ച ചെയ്യണം. എന്തെങ്കിലും വാദം സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബഹളം ഇല്ല, വെക്കും. നിങ്ങൾ നിങ്ങൾ പറ. അടങ്ങിയിരിക്കുക. നിങ്ങൾ ഒരു കാര്യം നുണ ഞാൻ പറയരുത്. പറയാൻ പോവാണ്, പറയിക്കണ്ടേ? ഏത് ഞാൻ പറയട്ടെ. യഹൂദനാണ് മുഹമ്മദിന് അൽ അമീൻ എന്ന് വിളിച്ചത്? അതിന് തെളിവ് തെളിവ് വേണം. ഓക്കെ ഓക്കെ വേണം. ഓക്കെ 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 ഒന്ന് ഓക്കെ തന്നോ. ഓക്കെ എല്ലാത്തിനും തെളിവ് 2 വേണം. തെളിവായി തെളിവും തരുന്നത്. തെളിവും ഓക്കെ, തെളിവും തന്നോളൂ. കിതാബുമായിട്ട് വന്നെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞു താങ്കൾ വെക്കുന്നത്. തെളിവ് തരും, നിങ്ങൾക്ക് അത്രേ ഉള്ളൂ. വായ ഓക്കെ, തോന്നിയത് ഞാൻ പറയട്ടെ. പറയാനല്ലല്ലോ കോയ അവിടെ വന്നേക്കുന്നേ. പിന്നെ വായി തോന്നുന്നത് അങ്ങനെ പറയുമോ? ഞങ്ങൾ ഇങ്ങനെ വായി തോന്നുകയാണെങ്കിൽ അല്ല, അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ പറയരുത്. പറയാൻ നിങ്ങൾ അതുകൊണ്ട് അതെങ്ങനെയാണ്? താങ്കൾ ഞങ്ങൾ മാന്യമായിട്ട് വായി തോന്നുന്ന തെളിവ് വെച്ച് പറയുന്ന സംസാരിക്കും. ആൾക്കാരല്ല. ഏത് യഹൂദനാണ് താങ്കൾ ഇപ്പൊ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കൾ ഒരു ഞാൻ കാര്യം ചെയ്യും. പറഞ്ഞില്ലേ, ഒരു ഏത് ഹദീസില്ല. യഹൂദനാണ് നിങ്ങളുടെ വാക്ക് മുഹമ്മദിനെ ജെന്റിലെ അൽ ഒറ്റ അമീൻ എന്ന് വിളിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹത്തെ ആക്ഷേപിക്കപ്പെട്ടാൽ നമുക്ക് അതിൽ ബേജാറുണ്ട്. പക്ഷെ വിഷയം നമ്മൾ പഠിക്കണം. ഒരു ആക്ഷേപത്തെ കുറിച്ച് പഠിക്കുമ്പോൾ 3 കാര്യമാണ് പഠിക്കേണ്ടത്. ഏത് ആക്ഷേപമാണെങ്കിലും. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്തു നിങ്ങൾ പറഞ്ഞു കേട്ടു എന്ന് വിചാരിച്ചോളി, ഞാൻ എന്താ വേണ്ടാത്ത ചെയ്തോന്ന്. എന്നാൽ 3 കാര്യമാണ് പഠിക്കേണ്ടത്. 1, ഏത് സാഹചര്യത്തിലായിരുന്നു അയാൾ അത് ചെയ്തത്. 2, എന്തിനു വേണ്ടിയായിരുന്നു അത് ചെയ്തത്. 3, അത് ചെയ്തിട്ട് എന്താ ഇവിടെ ഉണ്ടായത്. 3 കാര്യമാണ് പഠിക്കാനുള്ളത്. 1, അതിന്റെ ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് പഠിക്കണം. 2, അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് പഠിക്കണം. 3, അതിന്റെ അനന്തര ഫലം എന്തായിരുന്നു എന്ന് പഠിക്കണം. സാന്ദർഭികമായ ഒരു വിഷയം എന്ന നിലയിൽ ഞാനിത് പറയാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ 6ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചതിന്റെ സാഹചര്യം എന്താണ്, പശ്ചാത്തലം എന്താണ്? സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി നേരിട്ട് കുടുംബ ബന്ധമുള്ള ആളല്ല. നബിന്റെ വല്ലിപ്പാരിൽ മുറത്ത് എന്നവരിലേക്കാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര ചെന്ന് മുട്ടുക. ഹാഷിമിലേക്കും മുത്തലിബിലേക്കും ചെന്ന് മുട്ടൂല. അതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി കുടുംബത്തിൽ പെടാൻ എനിക്ക് എന്താണ് വഴി എന്ന ഒരു ആലോചന ഉണ്ടായിരുന്നു. അതിന് രണ്ട് വഴിയാണുള്ളത്. ഒന്നുകിൽ നബി തങ്ങളുടെ മകളെ ഇങ്ങോട്ട് കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ എന്റെ മോളെ അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കണം. രണ്ട് വഴിയേ ഉള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒന്ന് നടക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് 5-ാമത്തെ വയസ്സിൽ തന്നെ കല്യാണാലോചന വന്നിട്ടുണ്ടായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തുന്നും പറയില്ല, നടത്തൂല എന്നും പറയില്ല. നടത്തൂല എന്ന് പറയുകയാണെങ്കിൽ അതൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നടത്തുന്നു പറയുകയാണെങ്കിൽ രണ്ടും പറയില്ല. എന്താ കാരണം? കൽബിൽ വേറൊരു ആഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് കാരണം. ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്നു. സിറ്റ് ഔട്ടിൽ ഇരുന്നു. സിറ്റ് ഔട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. സിറ്റ് ഔട്ടിൽ ഇരുന്നു. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അകത്ത് പോയിട്ട് ഒരു പളുങ്കു പാത്രം എടുത്തു, ഒരു കുപ്പിന്റെ ഒരു ചില്ലിന്റെ പിഞ്ഞാണ് എടുത്തു. അതിൽ 2 പൂവുകൾ വെച്ചു. എന്നിട്ട് ആയിഷ ബി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, പൂമുഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നുണ്ട്, ഈ പാത്രത്തെ പോയിട്ട് ഇഷ്ടപ്പെട്ടാൽ പറയണം എന്ന് പറഞ്ഞു. ആയിഷ ബീവിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. ആയിഷ ബീവി ആ പ്ലേറ്റ് എടുക്കാൻ പറഞ്ഞു. ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹക്ക് 6-ാമത്തെ വയസ്സിലല്ല 5-ാമത്തെ വയസ്സിൽ, അന്ന് 4-ലും 5-ലും 6-ലും ഒക്കെ വിവാഹം കഴിക്കുന്ന പതിവുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അധികം വയസ്സൊന്നും ആയിട്ടുണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് എന്നെ കണ്ടറിയാം. എന്റെ ചെറുപ്പത്തിൽ 12 വയസ്സുള്ള കുട്ടിനെ കെട്ടിച്ച എനിക്ക് ഓർമ്മയുണ്ട്. 11 വയസ്സ് ഓർമ്മയുണ്ട്. ആ 11 വയസ്സുള്ള കുട്ടിനെ കെട്ടിയൊക്കെ പൊട്ടന്മാരായിരുന്നു. ഇന്നിപ്പോ 18 വയസ്സായല്ലോ, എല്ലാവരും 18 വയസ്സിൽ കല്യാണം കഴിക്കണം. കുറച്ചു കാലം കഴിഞ്ഞിട്ട് 25 വയസ്സായി എന്ന് തീരുമാനം വന്നാല് 18 കെട്ടിയവരൊക്കെ പിരാന്തന്മാരാവും. ഇനി അതിന്റെ പുറമെ നബി തങ്ങൾക്ക് പിരാന്താണ് എന്ന് പറഞ്ഞ ആൾക്കാർ മക്കത്തുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ വരെ അത് എടുത്തു ധരിച്ചിട്ടുണ്ട്. ഇന്നക മജ്നൂൻ എന്നവർ പറഞ്ഞിരുന്നു. എന്നാൽ അവർ പോലും ആയിഷ ബീവിനെ കല്യാണം കഴിച്ചത് ശരിയായില്ല എന്ന് അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് അന്നത്തെ സാഹചര്യം അങ്ങനെ കല്യാണം നടക്കുന്ന സാഹചര്യമായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇതാണ് അതിന്റെ ചരിത്ര പശ്ചാത്തലം. രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, എന്തിനായിരുന്നു ഇപ്പൊ ഈ 6 വയസ്സുള്ള കുട്ടിനെ കെട്ടിയത്? എന്ത് ആവശ്യത്തിനായിരുന്നു? ആവശ്യം ഒന്നും നടക്കൂലല്ലോ, പിന്നെ എന്തിനായിരുന്നു ഈ കെട്ടിയത് എന്നാണ് രണ്ടാമത് ആലോചിക്കേണ്ടത്. ഞാൻ കുറച്ച് രസത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവുള്ളൂ. ശരിക്കും ഇപ്പൊ കല്യാണം എന്ന് പറഞ്ഞത് എന്തിനാ? രസത്തിനാണല്ലോ പോയി. ഈ കല്യാണം എന്ന് പറഞ്ഞ സംഗതി ഒരു രസത്തിനുള്ള പരിപാടിയാണല്ലോ. രസം എന്നതിന്റെ ചൊറുക്കുള്ള മലയാള വാക്ക് ആനന്ദം എന്നാണ്. രസം എന്നുള്ളതിന്റെ ചൊറുക്കുള്ള മലയാള വാക്കാണ് ആനന്ദം. അപ്പൊ വിവാഹം ആനന്ദത്തിന് വേണ്ടിയാണ്. ആനന്ദത്തിന് ധാരാളം വഴികളുണ്ട്. പ്രധാനപ്പെട്ട 15 വഴികൾ ആനന്ദത്തിനുണ്ട് എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി ഗുളി കുടിക്കലാണ്. അതായത് വൈകുന്നേരം വരെ കന്നൂട്ടാൻ പോയി, അങ്ങനെ വൈകുന്നേരം കന്നൂട്ടൊക്കെ കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ ശരീരമൊക്കെ ആകെ വേദന ആവുന്നുണ്ട്, വല്ലാതെ വിഷമുണ്ടെങ്കിൽ ഒരു പാരസിറ്റാമോൾ ഗുളിക കുടിച്ചാൽ നല്ല ഉഷാർ കിട്ടും. എന്താ കാര്യം? പാരസിറ്റാമോൾ ഗുളികയിൽ ആനന്ദത്തിന്റെ ഹോർമോൺ ഉണ്ട് എന്നതാണ് അതിന്റെ കാരണം. അപ്പൊ ഒന്ന് ഗുളിക കുടിച്ചാൽ കിട്ടും ആനന്ദം. വേറെ ആനന്ദം കിട്ടുന്ന ഒരു സംഗതിയുണ്ട്, ശാരീരിക ബന്ധമാണ്, ലൈംഗികതയാണ്. ഇണചേരൽ ആനന്ദത്തിന്റെ വേറൊരു വഴിയാണ്. ഇന്ന് ലോകത്ത് ഉള്ളവരിലെ ഏറ്റവും ആധുനികനായ ലൈംഗിക ഫിലോസഫറായി, ലൈംഗികതയുടെ ആചാര്യനായി അറിയപ്പെടുന്ന ആൾ ഓഷോ രജനീഷ് എന്ന് പറയുന്ന ആളാണ്. ഓഷോന്റെ ഫോട്ടോകൾ കണ്ടിട്ടുണ്ടാവും. അലാക്കിന്റെ ഒരു താടിക്കാരൻ. ചില ബുക്കിന്റെ ഒക്കെ പുറംചട്ടം ഉണ്ടാവും, നോട്ട് പുസ്തകത്തിന്റെ ചട്ടമൊക്കെ ഉണ്ടാവും ഓഷോന്റെ ഫോട്ടോ. ഓഷോ രജനീഷ് ആണ് ലൈംഗികതയുടെ ഏറ്റവും ആധുനികനായ ആചാര്യൻ. ഓഷോ രജനീഷിന് പാടുന്ന ഹൃദയം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്തിൽ ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട ആനന്ദങ്ങൾ 2 എണ്ണമാണ്. നല്ല മനസ്സിലാക്കണേ, 2 എണ്ണമാണ്. ഒന്നാമത്തെ ആനന്ദം വിഷയാനന്ദവും, രണ്ടാമത്തെ ആനന്ദം ബ്രഹ്മാനന്ദവുമാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. വിഷയാനന്ദം എന്ന് പറഞ്ഞാൽ വിഷയം തന്നെ, ലൈംഗിക ബന്ധത്തെയാണ് വിഷയം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റേ വിഷയം, ഒരു ആനന്ദം കിട്ടുന്നത് വിഷയത്തിലൂടെയാണ്, വിഷയാനന്ദം. രണ്ടാമത്തത് ബ്രഹ്മാനന്ദം. ബ്രഹ്മാനന്ദം എന്നുള്ളത് അറബിയിൽ പറഞ്ഞാൽ മാരിഫത്തിന്റെ ഇൽമ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. വിഷയാനന്ദത്തിലൂടെ ലഭ്യമാകുന്ന അതേ ആനന്ദം മാരിഫത്തിന്റെ ഇൽമിലൂടെ ലഭ്യമാകുമെന്ന് ഓഷോ രജനീഷ് സിദ്ധാന്തിക്കുന്നു. ആയത്തും ഹദീസും പറഞ്ഞാലല്ലേ എല്ലാവർക്കും വിശ്വാസമാകത്തുള്ളൂ. ഓഷോ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിശ്വാസമാവുമല്ലോ. എന്നാൽ ബ്രഹ്മാനന്ദത്തിലൂടെ, വിഷയാനന്ദത്തിലൂടെ ലഭിക്കുന്ന അതേ ഗുണം ലഭിക്കും, അതേ ആനന്ദം ലഭിക്കുമെന്ന് ഓഷോ രജനീഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2368 ഹദീസുകൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനായിരുന്നു കല്യാണം? നമ്മളുടെയൊക്കെ നാട്ടിൽ ഇഫ്ദ് കോളേജ് ഉണ്ടാവുമല്ലോ. മമ്പറത്ത് ഇഫ്ദ് കോളേജ് ഉണ്ട്, ദാറുൽ ഹുദന്റെ. പലയിടത്തും ഇഫ്ദ് കോളേജ് ഉണ്ടാവും. ഇഫ്ദ് കോളേജിൽ നമ്മൾ 42 വയസ്സുള്ള ഒരു കുട്ടിനെയും കുടിച്ചുകൊണ്ട് ചെന്നിട്ട് പറഞ്ഞു, ഈ കുട്ടി എന്റെ മൂത്ത ചെറുക്കനാണ്, ഇവൻ ഇവിടെ ഇഫ്ദിന് ചേർക്കണം എന്ന് പറഞ്ഞാൽ എന്താ കാര്യം ഓല് പറയാം? നടക്കൂല എന്ന് പറയും. എന്തേ? പഠിപ്പിച്ച പടിയില്ല തന്നെ. എന്തിനാ ആയിഷ ബീവിനെ നിങ്ങൾ കല്യാണം കഴിച്ചത്? മാരിഫത്തിന്റെ ഇൽമിൽ ഒരു ലൈംഗിക രസത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആനന്ദമുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ മാത്രമാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി എന്തിനാണ് കല്യാണം കഴിച്ചത് എന്നതിന്റെ കൃത്യമായ ഉത്തരം നമുക്ക് കിട്ടുള്ളൂ. ഇൽമ പഠിപ്പിക്കാനായിരുന്നു. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു നാടൻ ഉദാഹരണം പറയാം. ഒരാൾ മകളെ കെട്ടിച്ചു എന്ന് വിചാരിക്കുക. പുതിയാപ്പിളിയും പുതിയണ്ണും കൂടി നല്ല നിലക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ പെണ്ണിന് തോന്നി മുന്നോട്ട് പോകൂല എന്ന് തോന്നിയാല് കുട്ടി പെരയിൽ വന്നിട്ട് വാപ്പാട് പറയും, ഇപ്പ ഞാൻ ഇനി കുറച്ചും കൂടി പഠിച്ചാൻ പോവുകയാണ് എന്ന് പറയും.
പുതിയാപ്പളിന്റെ ഒപ്പം പോയാൽ കിട്ടണ അതേ രസം പഠിച്ചാൻ പോയാൽ കിട്ടും എന്നാണ് ഈ കുട്ടി പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞതല്ല, ഓഷോയും പറയുന്നത് അത് തന്നെയാണ്. ലൈംഗികതയിൽ ഉണ്ടാകുന്ന ആനന്ദം ഇൽമ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തോട് തുല്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്കിൽ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള ആനന്ദം എന്താണ് എന്നതിന്റെ ഉത്തരം ബ്രഹ്മാനന്ദമാകുന്നു എന്നതാണ്. ഇനി മൂന്നാമത്തത് എന്തേ അതുകൊണ്ട് നേട്ടമുണ്ടായി എന്നുള്ളതാണ്. നേട്ടമുണ്ടായത് എന്തായിരിക്കും തിരിയാത്തത്? സഹാബത്തിനിടയിൽ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായാലേ ഓല ആയിഷ ബീവിനോട് പോയിട്ട് ചോദിക്കലായിരുന്നു പതിവ്. ഈ ഉമ്മത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉമ്മത്തിൽ ആദ്യമായി സ്ത്രീകൾക്കിടയിൽ നിന്ന് ഇൽമ പഠിപ്പിച്ച ആള്, പ്രഭാഷണം നടത്തിയ ആള് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ആയിരുന്നു. ഇനി ഒരു വിഷയം കൂടി അതിൽ മനസ്സിലാക്കണം. ഒരാള് കുടുങ്ങിയാല് ഞാൻ കുടുങ്ങി എന്നുള്ള അഭിപ്രായം ആദ്യം വേണ്ടത് കുടുങ്ങിയ ആൾക്കാണ്, അല്ലെങ്കിൽ ആളെ വാപ്പാക്കാണ് വേണ്ടത്. ഒരു വിഷയത്തിൽ ഒരാൾ കുടുങ്ങി എന്ന് വിചാരിക്കാം, കുടുങ്ങിയ ആൾക്ക് അഭിപ്രായം വേണം ഞാൻ കുടുങ്ങി. ആയിഷ ബീവിക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ തമ്മിൽ ഒരു തർക്കം ഉണ്ടായി. ചെലവിന് തരുന്നത് മതിയാവണില്ല എന്നുള്ളതാണ് തർക്കം. തർക്കം കേട്ടിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി വന്നു. എന്താ നബി, അവിടെ ഒരു തിരക്കും വെക്കാനും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ചെലവിന് കൊടുക്കുന്നത് ഓൽക്ക് മതിയാവണില്ല എന്നാണ് ഓര് പറയണത് എന്ന് പറഞ്ഞു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പകുതി തമാശയും പകുതി കാര്യം കൂട്ടിയിട്ട് പറഞ്ഞു, എന്നാ നബി നിങ്ങൾ ഓലോടൊക്കെ പോയി പണി വെക്കാൻ വേണ്ടി പറഞ്ഞാല് നിങ്ങൾ കൊടുക്കണ ചെലവ് മതിയാകണ ഒരുപാട് പെണ്ണുങ്ങൾ അവിടെ വേറെ കിട്ടാണ്ട് എന്ന് പറഞ്ഞേക്കിന്. ആയിഷാ ബീവി നീച്ചിട്ട് പറഞ്ഞു, എല്ലാരും പോയിക്കോളി, ഞാൻ പോണില്ല എന്ന് പറഞ്ഞു. ആരെ ഈ കച്ചറ ഉണ്ടാക്കിയ ആള്? ആയിഷാ ബീവി. എന്തിനുണ്ടാക്കിയത്? ബാക്കിയുള്ള ഓരോ ദിവസം കൂടി എനിക്ക് കിട്ടാന്ന് കരുതിയിട്ട്. മൂപ്പത്തിയേർക്ക് അഭിപ്രായം ഇല്ല, മൂപ്പത്തിയേര് പെട്ടൂന്ന്. 1000 കൊല്ലം കഴിഞ്ഞിട്ട് കുറച്ച് യുക്തിവാദികൾക്ക് തോന്നുകയാണ് ആ പെൺകുട്ടി ആകെ കുടുങ്ങിയല്ലോന്ന്. മൂപ്പത്തിയേർക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടായിട്ടില്ല. എന്നാൽ മൂപ്പത്തിയുടെ വാപ്പാക്കുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാപ്പാക്കില്ല. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ ഒരു യുദ്ധത്തിന് വേണ്ടി പോയി മടങ്ങി വരുമ്പോ വഴിയിൽ ഒറ്റപ്പെടുകയും അങ്ങനെ പിന്നിൽ യാത്ര ചെയ്യുകയും ചെയ്തതിനെ കുറിച്ച് മുനാഫിക്കുകളായ ആളുകൾ വേണ്ടാത്തത് പറഞ്ഞു പരത്തി. 10-14 ദിവസം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷാ ബീവിയുടെ അടുത്തേക്ക് ചെന്നില്ല. മുഅ്മിനീങ്ങൾ ആകെ വിഷമിച്ചു. അങ്ങാടിയിൽ വെച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് കൈ പിടിച്ചാൽ അണഞ്ഞുകൂട്ടി പിടിച്ച് കരയിലായിരുന്നു പതിവ്. അതിനാത്രം വിഷമിച്ചു മുഅ്മിനീങ്ങൾ. 14 ദിവസം, ഒരു ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 5 പ്രാവശ്യമെങ്കിലും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്ന അമ്മോഷൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മരുമകനെ കണ്ടിട്ട് ഒരിക്കൽ പോലും ആയിഷാന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കേണ്ടതെന്ന് ചോദിച്ചില്ല എന്നുള്ളതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത. മഹാനവറുകൾക്ക് ആയിഷ ബീവി കുടുങ്ങിയെന്ന് അഭിപ്രായം ഉണ്ടായിട്ടില്ല. 1000 കൊല്ലം കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർക്ക് അന്ന് ആ പെൺകുട്ടി ആകെ പെട്ടതായിരുന്നു എന്ന് തോന്നിയിട്ട് എന്താ കാര്യം? ഞാൻ എന്തിനാ പറഞ്ഞു വെച്ചാല്, ഓരോ സന്ദർഭങ്ങൾ വരുമ്പോൾ ആ സന്ദർഭത്തെ ആഴത്തിൽ പഠിച്ച് നമ്മുടെ പ്രബോധിതർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നിടത്താണ് വിജയം. അല്ലാതെ കൈക്കോട്ടുണ്ടായി തല മാറിയിട്ടൊന്നും കാര്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. വിഷയങ്ങൾ വരുമ്പോൾ സാഹചര്യമാണ്, ഓരോ സാഹചര്യം വരും. ആ സാഹചര്യത്തെ നന്നായി പഠിച്ച ആളുകളിലേക്ക് എത്തിക്കണം. നമ്മുടെ ആദർശങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ തത്വങ്ങൾ എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കണം. ഒരു മറുപടി ഇതിന് പറയണമെന്നുണ്ട്. ഇത് മാത്രം വീഡിയോ ആക്കല്ലേ. ആദ്യം പറയട്ടെ, ഇവരെയൊക്കെ ഈ തൊലിക്കട്ടി അത് അംഗീകരിക്കാൻ വയ്യ. എന്തൊക്കെയാ പറഞ്ഞ ബ്രഹ്മാനന്ദം, ഓഷോ രജനീഷ്, അത് കുറെ ശരിയുണ്ട് കേട്ടോ. ഇദ്ദേഹം ഈ ഉസ്താദ് പറഞ്ഞ് കുറെ ശരിയുള്ളത്. ഈ ഓഷോയും മുഹമ്മദും എല്ലാം ഒരുപോലെയാണെന്നാണ് വാദിക്കുന്നെങ്കിൽ ശരിയാണ്. കാരണം ഓഷോ എന്ന ആള് അതേ ഒരു മനോരോഗി തന്നെയായിരുന്നു. 72 റോൾസ് റോയ്സ് കാർ സ്വന്തമാക്കി എല്ലാ തരത്തിലും ഭൗതിക സുഖങ്ങൾ ആസ്വദിക്കുക. ഇതായിരുന്നു ഓഷോയുടെ തത്വചിന്ത. ഒരു വഴിവിട്ട അരാജകത്വം നിറഞ്ഞ ലൈഫ്. അതല്ലേ ഓഷോ പറഞ്ഞേ. ഓഷോ പറഞ്ഞത് തന്നെയാണ് മുഹമ്മദും പറഞ്ഞതെന്നേ ഞങ്ങളും പറഞ്ഞുള്ളൂ. ഒന്ന് ആനന്ദത്തിനായിരുന്നു ഒന്നാമത്തെ കാര്യം. ആയിരിക്കാം, പക്ഷേ ഇത് ആധുനിക ലോകം പൈശാചികമെന്ന് കരുതുന്ന തരത്തിലെ ആനന്ദമാണത്. അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ 18 വയസ്സെന്നുള്ളത് നാളെ കൂട്ടിക്കഴിഞ്ഞാൽ 18 വയസ്സുകാര് ആ പ്രായത്തിൽ കല്യാണം കഴിച്ചത് തെറ്റെന്ന് വരുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ പറയുന്നത് ഇവിടെ ഒരു ബോധപൂർവ്വം ഒരു തെറ്റി വരുത്തുന്നുണ്ട്. അവർക്കറിയാൻ തെറ്റാണ്. ഒരിക്കൽ പോലും ശൈശവ വിവാഹത്തെ അല്ല വിമർശിച്ചത്. ശൈശവ വിവാഹം അന്നത്തെ മനുഷ്യന്റെ അറിവുകേട് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇവിടെ ചെയ്യുന്ന എന്താണ്? ഇതൊരു കിളവൻ വന്ന് കൊച്ചു കുഞ്ഞിനെ കെട്ടുകയാണ്. അതാ വ്യത്യാസം. വ്യത്യാസം ഇവർക്ക് മനസ്സിലാകണം. ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം, ഫാത്തിമയേക്കാൾ ആയിഷയ്ക്ക് 3 വയസ്സ് കുറവായിരുന്നു എന്നാണ്. ഫാത്തിമ, മുഹമ്മദിന്റെ മകളായ ഫാത്തിമയേക്കാൾ 3 വയസ്സ് കുറവ്. അടുത്തത് ഒരു വിഡിത്തം പറയുന്നത്, ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആയിഷയ്ക്ക് വന്ന് മുഹമ്മദിനോട് ചോദിച്ച് അതിന് നിവേദനം ചെയ്യൽ വഴി പ്രശ്നപരിഹാരം വരുത്താൻ വേണ്ടിയായിരുന്നു. വേറൊരു സ്ത്രീക്കും പറ്റിയല്ലേ?
അന്ത്യ ബാക്കി സ്ത്രീകൾക്ക് നാക്കില്ലേ? അവരോട് ചോദിച്ചു നോക്കിയില്ലേ? ഈ പക്വതയുള്ള സ്ത്രീയെ കണ്ടെത്തിയ പോരെ? അള്ളാഹ് കൊടുക്കുമല്ലോ പക്വതയുള്ള ഇന്നാളെ കെട്ടിക്കോളാൻ പറയുമല്ലോ, അത് ചെയ്താൽ പോരെ? അപ്പോൾ അന്നുള്ളവരാരും വിമർശിച്ചില്ല. അന്നുള്ളവരെ ഇങ്ങേരും കണ്ടില്ല, നമ്മളും കണ്ടില്ല. വിമർശിച്ചോ ഇല്ലയോ എന്ന് എവിടെ എഴുതി വെച്ചേക്കുന്നത്? ഈ കാര്യത്തിൽ അവരാരും വിമർശിച്ചില്ല. അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കണം. ഈ കാര്യത്തിൽ വിമർശിക്കണം. ഈ കാര്യത്തിൽ മാത്രമല്ല, ഇതില് മുഹമ്മദിന്റെ കല്യാണം എല്ലാം തന്നെ വിവാദമാണ്. മാരിയത്തിനെ കെട്ടിയ നേരായ വഴിക്കണം, സൈനവിനെ കെട്ടിയ നേരായ വഴിക്കണം, സൗദയെ സ്വന്തമാക്കി എന്നിട്ട് ഉപേക്ഷിച്ചിട്ട് പിന്നെയും കെട്ടിയത് നേരായ വഴിക്കണം, ഇനി സൊഫിയയെ സ്വന്തമാക്കിയത് നേരായ വഴിക്കണം. ഇതൊന്നും നേരായ വഴിക്കല്ല. ഇനി ഒരു ഭർത്താവിനൊപ്പം പോകുന്ന സ്ത്രീ മൊഴി ചൊല്ലി നബിക്ക് തോന്നിയാൽ തനിക്കൊപ്പം പോകണമെന്ന് പറയുന്നത് ഒരു നല്ല ധാർമ്മിക ബോധമാണ്. വീണ്ടും നബിക്കൊരു പെണ്ണിനോട് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അവളെ കല്യാണം പോലും ആലോചിക്കരുതെന്ന് പറയുന്നത് നിസ്വാർത്ഥമായൊരു കാഴ്ചപ്പാടാണ്. അടുത്തത് ഈ നിവേദനം ചെയ്യൽ ഒന്നുകൂടെ പറയട്ടെ. ഈ നിവേദനം ചെയ്യാൻ ഏറ്റവും വൃത്തികെട്ട കാര്യങ്ങൾ വന്ന് ഈ വാഹനം തെറ്റിച്ച നമ്മുടെ കക്ഷി പറയുന്നുണ്ട്, ഉമർ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കേ, ഈ ആയിഷ മുഹമ്മദിനോട് ചോദിക്കുന്നത് സ്ത്രീകൾക്കുണ്ടാകുന്ന ലൈംഗിക സംശയങ്ങൾ, മുതിർന്ന ചെറുപ്പക്കാരെ പാല് കുടിപ്പിക്കുന്ന കഥകൾ. നിങ്ങൾ ആലോചിക്കേ, കൊച്ചുമകളുടെ മകളാകാൻ പ്രായമുള്ളൊരു കുട്ടി, ഞാൻ എങ്ങനെ തെളിവെടുക്കുന്നില്ലേ? മുഹമ്മദിന് ഒരു 23 വയസ്സുള്ളപ്പോൾ 20 വയസ്സുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചെന്ന് വിചാരിക്കുക. ഇപ്പം മുഹമ്മദിന് 56 വയസ്സ്. 56 വയസ്സെത്തുമ്പോഴേക്ക് ഈ പെണ്ണിന് എത്ര വയസ്സാവുമെന്ന് കൂട്ടുക. ഇപ്പൊ ഇവരുടെ കൊച്ചിന് എത്ര വയസ്സുണ്ടെന്ന് നോക്കുക. ആ കുട്ടിയുടെ കുട്ടിയാകാൻ പ്രായമുള്ള 6 വയസ്സുകാരി വന്ന് ഒരു കിളവന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി കൂടെയുള്ളവരോട് പറഞ്ഞു കൊടുക്കുക. ഇത് എത്രമാത്രം ഹീനമാണ്, ബീവത്സമാണ്, എത്ര നികൃഷ്ടമാണ് ഈ കാണിക്കുന്ന പണി. അള്ളാഹുവിന്റെ വിവരക്കേടാണോ, ഇയാളുടെ മുമ്പേ പറഞ്ഞ ബ്രഹ്മാനന്ദത്തിന്റെ അതിരുവിട്ട ആഗ്രഹങ്ങളാണോ? എന്നിട്ട് കുറെ ഇത്തരം കക്ഷികൾ വന്ന് ഞങ്ങൾ ഉളുപ്പില്ലാതെ ന്യായീകരിക്കുക. എന്തൊരു കഷ്ടമാണെന്ന് നിങ്ങൾ ഓർക്കുക. ഇനി അടുത്തൊന്നുകൂടെ, ആർക്കും പരാതിയില്ലെന്ന് പറഞ്ഞ് ഒരു കേസ് അവിടെ ഇല്ലാതാകുമോ? ഒരു ഉദാഹരണം, ഒരാള് ഒരുത്തനെ വെട്ടി, അയാൾ മരിച്ചുപോയി. ഈ കേസിനും വഴക്കിനും പോയാൽ ഇത്രയും ശക്തനോട് നേരിടാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് കരുതി നിങ്ങൾ നിശബ്ദനായാൽ കുറ്റകൃത്യം ഇല്ലാതാവുമോ? മറ്റൊന്നുകൂടി, ആയിഷ വഴിയിൽ മിസ്സാകുന്ന സംഭവം, മറ്റേ മർവാന്റെ സംഭവം. അപ്പൊ ഈ വിഷയത്തിൽ 14 ദിവസം 5 നേരം വെച്ച് കണ്ടിട്ടും അബൂബക്കർ ഒന്നും മിണ്ടിയില്ല. കാരണം ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല, ക്രൂരത എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അറിയില്ല. ഒരു കൊച്ചുകുട്ടിയെ കുറിച്ച് തെറ്റിദ്ധാരണയോ ധാരണയോ വരുന്നു, അത് നിമിത്തമായി സുന്നി ഷിയ കലഹം വരെ ഇപ്പോൾ ഉണ്ടാകുന്നതെന്ന് ഓർത്തോണം. ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുക. നീ അബൂബക്കറിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, മുഹമ്മദ് പറഞ്ഞ പൊട്ടത്തരമെല്ലാം വിശ്വസിച്ചൊരു മനുഷ്യനാണ്. ചിറകുള്ള കുതിരപ്പുറത്ത് പറന്നുപോയിന്നും അതെല്ലാം വിശ്വസിച്ചു. പകരം ഒരു അവാർഡ് കൊടുത്തു, അബൂബക്കർ സിദ്ദിഖ്, അങ്ങനെ പേര് വിട്ടുകൊടുത്തു. ഇങ്ങനെ സുഖിപ്പിച്ച് കൂടെ നിർത്തിയിരിക്കുന്ന ഒരാളാണ്. ഈ പാവം തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഇദ്ദേഹം ഏതോ ദൈവദൂതനോ ഒക്കെ ആണെന്നൊരു തെറ്റിദ്ധാരണയിലാണ് ഈ ഇടപെടുന്നത്. അങ്ങനെ നിന്നാണ് ഈ കുറ്റകൃത്യങ്ങളെല്ലാം ക്ഷമിച്ചും സഹിച്ചും കൂടെ പോരുന്നത്. അപ്പൊ ആയിഷയ്ക്ക് പരാതിയില്ല, മറ്റേ ആളിന് പരാതിയില്ല, നാട്ടുകാർക്ക് പരാതിയില്ലേ? ഇന്നത്തെ യുക്തിവാദികൾക്ക് എന്താണ് പ്രശ്നം? ഞങ്ങൾ യുക്തിവാദികളല്ല, ഞങ്ങളുടെ പ്രശ്നം ഇത് മാതൃകയല്ലെന്ന് മാത്രമല്ല, അധമമാണ്, ഹീനമാണ്. നിങ്ങൾ തന്നെ ഖുറാനിൽ പറയുന്നു, എക്കാലഘട്ടത്തിലുള്ള മനുഷ്യരാശിയുടെ മാതൃക മുഹമ്മദിലുണ്ട് എന്ന് പറയുന്ന ഇടത്താണ് പ്രശ്നം വരുന്നത്. അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വേറൊരു കാര്യത്തിൽ അഭിനന്ദിക്കണം, ഈ ഓഷോയോട് ഉപയോഗിച്ച് വളരെ നന്നായി കേട്ടോ, അത് കുഴപ്പമില്ല, അത് ചേരുന്നാണ്. ഉസ്താദിന് പ്രത്യേകിച്ച് ഭാവുകങ്ങൾ കൂടി നേർന്നുകൊണ്ട് ഞാൻ നടത്തുന്നു. ഒരു കാര്യം കൂടെ, ഇവിടെ ഒരു മാനൻ ഇട്ടേക്കുന്ന 11 വയസ്സുള്ള മറിയമിനെ 93 വയസ്സുള്ള കിളവനായ ജോസഫ് കല്യാണം കഴിച്ചു. ഇത് മുഹമ്മദ് ഈസ ഇറക്കിയ ഒരു സംഗതിയാണ്. വലിയ രസകരമായ കാര്യം. ഇത് പിന്നീട് ചൂണ്ടിക്കാട്ടി വ്യക്തമാക്കിയപ്പോൾ MM അക്ബർ ക്ഷമ പറഞ്ഞിട്ടുള്ളതാണ്. അതെനിക്കറിയാവോ? കാര്യം അറിയോ? ഒരു കിതാബിലും ഇങ്ങനൊന്നുമില്ല ഈ പറഞ്ഞു. ഇതുപോലെ ഇസ്ഹാക്ക് റിബേക്കയെ കിട്ടുമ്പോൾ റിബേക്കയ്ക്ക് 6 വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഇതും പൊളിഞ്ഞു പോയ വാദമാണ്. ഇതൊന്നും നിലനിൽക്കത്തില്ല. അതുകൊണ്ട് ഉള്ള പോലെ പറയുക.
ഏഹ് ഇനി അതങ്ങ് വാദത്തിനെടുക്കാം. ഞങ്ങളാലും പറഞ്ഞോ യോസേഫ് വരാനിരിക്കുന്ന ലോകത്തിലെ സകല മനുഷ്യർക്ക് ഉത്തമ മാതൃകയാണ്, നിങ്ങളും ഇങ്ങനെ കെട്ടുന്നത് നല്ലതാണ്, അത് സുന്നത്താണ്, ഇതെല്ലാം പറഞ്ഞോ. അങ്ങനെ ആണെങ്കിലാട്ടോ, അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾക്കത് മാതൃകയൊന്നുമല്ല, അത് തെറ്റിപ്പോയി തന്നെയാണ് വാദം. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ പോയിട്ട് ഇസ്രയേലിലെ കല്യാണ രീതി പഠിക്കണം. കല്യാണ നിശ്ചയം 10 13 വയസ്സിനുള്ളിൽ കഴിയും. പെണ്ണിന് 9 വയസ്സായിരിക്കും കല്യാണ നിശ്ചയമൊക്കെ എടുത്ത്, 9 10 വയസ്സ്. ഇതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞേ കല്യാണമുള്ളൂ. അതാണ് ഇസ്രായേലിലെ വിവാഹ രീതി. അതെങ്കിലും കുറഞ്ഞ പക്ഷം പോയി പഠിച്ചിട്ട് വന്ന് ഞങ്ങളോട് ചർച്ചയ്ക്ക് വരണം. ഓക്കെ. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. മനസ്സിലാ. എല്ലാവർക്കും ക്രിസ്തുവിൻ സ്നേഹവന്ദനം. കുറെ സമയമായിട്ട് ഞാനിത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. 2 തവണ ഉസ്താദിന്റെ സംഭാഷണം കേട്ടു. ഇവരെയൊക്കെ പണ്ടൊക്കെ ഔദ്യോഗികമായി തന്നെ അവിടുത്തെ പീഡനത്തിനെതിരെ പത്രക്കുറിപ്പ് ഇറക്കുകയും ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ശരിയാര് ചെയ്യുമ്പോഴും ആ പക്ഷത്ത് അവരോട് പിന്തുണയ്ക്കേണ്ടതുണ്ട് ഈ കാര്യത്തിൽ. അപ്പോൾ CPM ഒഴികെ ഒരു പാർട്ടിയും ഇപ്പോൾ BJP സ്വാഭാവികമായിട്ടുണ്ടാകും. കാരണം അവർക്ക് അതിൽ അത്തരം വിഷയങ്ങളിൽ അവരും പാർഷ്യാലിറ്റി കാണിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. അവർക്ക് അതിന്റെ രാഷ്ട്രീയമുണ്ടല്ലോ, അത് കുറ്റം പറയാനാവില്ല. അപ്പോൾ CPM-ഉം BJP-യും ഒഴിച്ചുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയും ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഒരു നിലപാട് കൈക്കൊണ്ടിട്ടില്ല എന്നത് ഖേദകരമാണ്. കോൺഗ്രസ് ഒക്കെ പ്രതികരിക്കേണ്ടതാണ്. കാരണം എന്താ, അവിടെ മരിച്ചു വീഴുന്നത് മനുഷ്യരാണ്, ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യർ. എന്ത് കുറ്റം അവർ ചെയ്തേ? പിന്നെ ഷെയ്ഖ് ഹസീന അധികാരം വിട്ടൊഴിയുന്നു, ബീഗം ഖാലിദസിയയ്ക്ക് മുൻതൂക്കമുള്ള ഒരു പാർട്ടി ഒരു പാവ ഗവൺമെന്റിനെ വാഴിക്കുന്നു, അല്ലെങ്കിൽ പട്ടാളം കയറി ഭരിക്കുന്നു. അവിടെ ഈ രാഷ്ട്രീയത്തിലൊന്നും കക്ഷിയല്ലാത്ത, ഈ പ്രശ്നങ്ങളിലൊന്നും കക്ഷിയല്ലാത്ത കുറെ പാവങ്ങൾ, അവർ ജന്മം കൊണ്ട് ഹിന്ദുക്കളായി, അല്ലെങ്കിൽ ക്രൈസ്തവരോ മതരഹിതരോ ഒക്കെ ആയി. അവരുടെ വീടുകൾ കൊള്ളയടിക്കുക, അവരുടെ ക്ഷേത്രങ്ങൾ അടിച്ച് നിലംപരിചാക്കി തീർക്കുക, അവരുടെ സ്ത്രീകളെ പീഡിപ്പിക്കുക, ഒരു പെൺകുട്ടിയോട് ഇടപെടുന്ന ഒരു രീതി നിങ്ങൾ കണ്ടു കാണും, വളരെ ക്രൂരമായിട്ട്. ഇങ്ങനെയുള്ള പ്രവണതകൾ വരുമ്പോൾ പട്ടാളം ഭരിക്കുന്ന ഒരു നാട്ടില് പട്ടാളം ഇവരെ അഴിഞ്ഞാടാൻ വിടുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ സൈന്യത്തിന്റെ ശക്തി നിങ്ങൾ ഓർത്താൽ മതി. സൈന്യം പോലും ഗുണ്ടായിസത്തിനും ഭീകരതയ്ക്കും താഴെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക കാര്യം ഇവിടെ ചെന്ന് നിൽക്കുന്നു. നമ്മൾ പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഈ കേരളത്തിൽ പട്ടാളത്തെയൊക്കെ കണ്ടതാണ്. അപ്പൊ നമ്മൾ അതിനെല്ലാം എതിർത്തത് മനുഷ്യന് സ്വാതന്ത്ര്യം ഇല്ലാത്ത വിധത്തിൽ പട്ടാളം മേയുന്നു എന്നാണ്. പട്ടാളം ശക്തരാകുന്നു, പട്ടാള ഭരണം പോലെ ആകുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് രസകരമായ ചില സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ആളുകൾ ഒരു സ്റ്റോപ്പിൽ കൈ കാണിക്കുമ്പോൾ ബസ് നിർത്താതെ അല്പം മുമ്പോട്ട് മാറ്റി ചവിട്ടിയാൽ തിരികെ വന്ന് ആളിനെ എടുത്തോണ്ട് പോകുമായിരുന്നു കൈ കാണിച്ചു കഴിഞ്ഞാൽ. കാരണം എന്താന്ന് വെച്ചാൽ പേടിയായി പോയി, അല്ലെങ്കിൽ മനുഷ്യരേറെ ഇഷ്ടപ്പെട്ടു, വിശേഷിച്ച് സൗത്ത് ഇന്ത്യയിലുള്ളവർ. കേരളം അന്ന് കോൺഗ്രസിന് 113 സീറ്റ് കൊടുത്താണ് ജയിപ്പിച്ചത്. കേരളത്തിന് പുറത്തൊക്കെ കോൺഗ്രസ് പരാജയപ്പെട്ടു. പക്ഷെ കേരളം അന്ന് കൃത്യമായി തന്നെ ഇന്ദിരാഗാന്ധിയെ സപ്പോർട്ട് ചെയ്തേ. കാരണം അടിയന്തരാവസ്ഥയിൽ പട്ടാളം ഭരിച്ചപ്പോൾ പോലീസിനേക്കാൾ ഇതാണ് ഭേദമെന്ന് തോന്നി. എന്നാൽ ഇതേ പട്ടാളം മണിപ്പൂരിലൊക്കെ അഴിഞ്ഞാടിയിട്ടുണ്ട്, വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലൊക്കെ ഉണ്ട്. അത് പട്ടാളത്തെ ന്യായീകരിച്ചല്ല. പക്ഷെ ഒരു കാര്യം, പട്ടാളത്തിന്റെ ഫോഴ്സ്, സൈന്യത്തിന്റെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പോലീസിനൊക്കെ വളരെ മീതെയാണ്. അവർക്ക് രാഷ്ട്രീയ കക്ഷികൾ വിളിച്ചു പറയുന്നൊന്നും കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെയാണ് സൈന്യം ഇത്രയും ശക്തമായിട്ട് അവിടം ഭരിച്ചിരുന്ന ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയിട്ടും ഈ ഗുണ്ടകൾ അഴിഞ്ഞാടുന്നു. അവിടെയാണ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ഭീകര മതസംഘടനകളുടെ ശക്തി എത്ര വലുതാണ്. അത് സൈന്യത്തിനും മീതെയാണ് അവരുടെ ആജ്ഞാശക്തി. അതുകൊണ്ട് തരം കിട്ടിയപ്പോൾ അവർ കൃത്യമായി മുസ്ലിങ്ങളെ, അവിടുത്തെ ഹിന്ദുക്കളെ ആക്രമിക്കുന്നു, ക്രൈസ്തവരെ അവിടുന്ന് ഓടിച്ചുവിടാൻ ശ്രമിക്കുന്നു. ഈ ഭീകരതയോട് പ്രതികരിച്ചുകൊണ്ട് തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമായ ഇന്ത്യയാണ് ശക്തമത്തായ നിലപാടെടുക്കേണ്ടത്. കാരണം എന്താ, ഈ ഇവർ ഓടിക്കയറാൻ ഇടയുള്ളത് സ്വാഭാവികമായി അവരുടെ വേരുകൾ കിടക്കുന്ന ഇന്ത്യയിലേക്കാണ്. കാരണം ഇവിടുന്ന് പോയ മനുഷ്യരുടെ കൊച്ചുമക്കളാണത്. പണ്ട് ഇന്ത്യയുടെ ഭാഗമാണതല്ല. അവരിങ്ങോട്ട് കയറി വരും. അവർക്ക് വേറെ അഭയസ്ഥാനമില്ല. ചൈന എടുക്കുവോ? ലങ്ക അവരെ എടുക്കുവോ? മാലിദ്വീപ് അവരെ എടുക്കുവോ? മ്യാൻമാർ അവരെ എടുക്കുവോ? നേപ്പാൾ അവരെ എടുക്കുവോ? ഇതൊന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് വരാൻ തോന്നുന്ന ഇടം ഇവിടെയാണ്. അപ്പോൾ 1 കോടി മനുഷ്യരെയാണ് നമ്മളിവിടെ സന്ധിക്കേണ്ടി വരുന്നത്. ഏകദേശം കുറഞ്ഞ പക്ഷമാണ് 1 കോടി മനുഷ്യരെ സ്വീകരിക്കാൻ നമ്മുടെ എക്കണോമി അതിന് പര്യാപ്തമൊന്നുമല്ല, വളരെ പെട്ടെന്ന് അങ്ങനെ സ്വീകരിക്കത്തക്ക വിധം. അപ്പോ ഈ ഒരു പരിതസ്ഥിതിയിൽ നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് ഒരു പരിശോധനയിലാണ്, ഒരു വലിയ മാനസികമായ പ്രശ്നത്തിലാണ്. ഇതിന് അന്തർദേശീയ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കണം, പ്രക്ഷോഭങ്ങൾ ഉണ്ടാകണം. അതിനെ ഹിന്ദുക്കളുടെ വിഷയമായിട്ട് ചുരുക്കി കാണാൻ പാടില്ല.
ഈ മറുവശത്ത് മുസ്ലിങ്ങളാണെന്നത് കൊണ്ട് വൈരാഗ്യമുള്ളിടത്തല്ലേ ഈ സംസാരിക്കുന്നത്. ഇവിടെ കാണുന്നത് ചില മുസ്ലിം സംഘടനകൾ ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പറഞ്ഞ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് തന്നെയാണ്. അത് ഈ രാജ്യത്ത് തെരുവിലിറങ്ങുന്ന അല്ലെങ്കിൽ പ്രക്ഷോഭം നടത്തുന്ന സാധുക്കൾക്കറിയാം ഇതിനകത്ത് അർത്ഥമൊന്നും ഇല്ലെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി സന്ദർഭങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നോക്കണം, ലോകത്ത് എവിടെങ്കിലും പാലസ്തീന് സ്ട്രോങ് സപ്പോർട്ട് ഉള്ള ഒരു നാടുണ്ടോ എന്ന് അറിയില്ല. അത് കേരളമാണ്. ഹമാസിനെ വിമോചന മുന്നണി പോരാളികളായി കാണുന്ന മനുഷ്യര് ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഖേദകരമായ ഒരു കാര്യം. അപ്പോഴാണ് നമ്മുടെ സഹോദരങ്ങൾ അപ്പുറത്ത് പീഡിപ്പിക്കപ്പെടുമ്പോൾ അവരെ മനുഷ്യരായി കണ്ടുകൊണ്ട് അവരുടെ ക്ഷേത്രം അവർക്ക് വിലപിടിപ്പുള്ളതാണ്. അതെന്തിനാ നിങ്ങൾ പൊളിക്കുന്നത്? അവര് പറയുന്ന നിയമബലിക്കകത്ത് അവിടെ ആരാധിക്കാൻ ഒരു ഇടമുണ്ടെങ്കിൽ അവരാരാധിക്കട്ടെ. ഇവിടെയാണ് ക്രൈസ്തവമായ ഒരു മഹിമ ഞാൻ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ വിഗ്രഹാരാധികളല്ല. ഒരുതരം വിഗ്രഹാരാധനയോടും കോംപ്രമൈസ് ഇല്ല. അത് ക്രൈസ്തവമാണെങ്കിലും അക്രൈസ്തവമാണെങ്കിലും ഞങ്ങൾക്ക് കോംപ്രമൈസ് ഇല്ല. ഏകസത്യ ദൈവത്തെ, അവിടുത്തെ പുത്രനെ, അവിടുന്ന് അയച്ച പരിശുദ്ധാത്മാവിനെ, അങ്ങനെ ആത്മരൂപിയായ ആ ദൈവത്തെ മാത്രം ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരൈക്കണും വെക്കാതെ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിൽപ്പെട്ട ആളാണ് ഞാൻ. അപ്പൊ അത് എനിക്ക് അഭിമാനമുണ്ട്. മറുവശത്ത് ഞാൻ ഇതുകൊണ്ട് ഏതെങ്കിലും ക്ഷേത്രത്തിലെ പൂജയോ പ്രതിഷ്ഠയോ ഒരു മോസ്കിൽ ഇനി നമ്മളെ തെറി വിളിക്കുന്നതാണ് വാങ്കുവിളിയെങ്കിലും നമ്മളെ അപഹസിക്കുന്നതാണെങ്കിൽ പോലും അത് നടക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ശല്യം പാടില്ല എന്നും ഒരു മുഹമ്മദിയന് സ്വന്തം ആലയത്തിൽ ആരാധിക്കാനോ പ്രസംഗിക്കാനോ ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ തൊട്ടപ്പുറത്തൊരു ക്ഷേത്രമുണ്ടെങ്കിൽ ആ ക്ഷേത്രം എങ്ങനെ അവിടെ നിന്ന് ഓടിച്ചു വിടാം. അല്ലെങ്കിൽ അത് പക്ഷേ ജനവിരുദ്ധമാകാൻ പാടില്ല. അത് ഈ മന്ത്രവാദികളൊക്കെ ചെയ്യുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലെ പരിപാടിയാകാനും പാടില്ല. സിദ്ധന്മാരുടെ ആശ്രമത്തെ ഒന്നുമല്ല ഞാൻ കാണുന്നത്. മറിച്ച് ഒരു ഹിന്ദുവിനെ ആരാധിക്കാൻ അവന്റെ ക്ഷേത്രമോ സംവിധാനമോ അവന്റെ വിഗ്രഹമോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ വിനാശകനാകരുത്. ബൈബിളിൽ അങ്ങനെ തന്നെ ഉണ്ട്. വിഗ്രഹത്തെ ആരാധിക്കരുതെന്ന് പറയുന്ന നീ ക്ഷേത്രം കൊള്ളയടിക്കുന്നുവോ? പാടില്ലാത്ത കാര്യമാണ്. ഇവിടെയാണ് ഇസ്ലാമിന് പിണഞ്ഞിരിക്കുന്ന ഒരു അബദ്ധം. ഏത് യുദ്ധത്തിലും ഏത് പ്രശ്നത്തിലും അന്യമതസ്ഥരുടെ ആരാധനാലയത്തിലാ ഒന്നാമത്തെ കണ്ണ്. നോക്കണം, യുദ്ധമില്ലാത്ത സമയത്ത് അവരിതിനെ ഇങ്ങനെ നോട്ടം വിട്ടു വെക്കുകയാണ്. അപ്പോൾ ഏത് കലാപത്തിലും ഈ ഇസ്ലാമിലെ ജിഹാദുകളുണ്ടല്ലോ, ജിഹാദികൾ രണ്ടിടത്ത് കണ്ണുവെക്കും. ഒന്ന്, അവിടെ യുദ്ധത്തിലെ എതിരാളികളുടെ സ്ത്രീകളിലാണ് ഈ ജിഹാദികളുടെ കണ്ണ്. അതിലെത്ര ഭാര്യമാരെ കിട്ടും, എങ്ങനെ വീതിച്ചെടുക്കാം, ഇതാണ് ഒന്നാമത്തെ കണ്ണ്. രണ്ടാമത്തെ കണ്ണ്, അവിടെ അന്യമതസ്ഥരുടെ ദേവാലയങ്ങളുണ്ട്, ഇത് പൊളിച്ചെങ്ങനെ സ്വന്തമാക്കാം, അത് ഇടിച്ചു നിരത്തി എങ്ങനെ അവിടെ തങ്ങളുടെ മോക്ക് പണിയാണ്. ഇത് കിരാതവും ഭീകരവുമാണ്. ഇതേ പണിയാണ് ഇന്നിപ്പോ ബംഗ്ലാദേശിൽ നടക്കുന്നത്. അപ്പൊ ബംഗ്ലാദേശിലെ ഈ ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യര്, അവിടുത്തെ സാധുക്കളായ ആളുകൾ, അവര് മറ്റൊരു മതമോ വിശ്വാസമോ ഒക്കെ കൈക്കൊള്ളുന്നവരാണ് എന്ന കാരണത്താൽ ഇപ്പോൾ നടത്തുന്ന ഈ നരനായാട്ട്, ഇതിൽ നിന്ന് ആ സമൂഹത്തിന് മോചനമുണ്ടാകാനുള്ള പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് ശക്തിപ്പെടുത്തണം. അന്തർദേശീയ സമ്മർദ്ദങ്ങൾ അതിനകത്തുണ്ടാകണം. ഐക്യരാഷ്ട്രസഭയും ഒക്കെ ഇതിലേക്ക് കൂടുതൽ കൂടുതൽ ശ്രദ്ധ ഊന്നേണ്ടതുണ്ട്. ഇവിടെയാണ് ഐക്യരാഷ്ട്രസഭ പോലെയുള്ള സംഘടനകൾ കാര്യക്ഷമമാകേണ്ടത്. അവിടെ ഇരുന്ന് അപലപിച്ചു അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ കമ്മിറ്റി കൂടി അതിനെതിരെ പ്രമേയം പാസാക്കി, ഇതൊന്നുമല്ല. ഇവിടെയാണ് ഈ സംഘടന കടലാ സംഘടനയാകുന്നത്. കാര്യക്ഷമത കൈവരിക്കേണ്ട ഇടമാണത്. അവിടെ കൃത്യം ഇടപെടുന്നില്ലെങ്കിൽ അന്താരാഷ്ട്ര സഹായങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന നിലപാടിലേക്ക് സമ്മർദ്ദത്തിൽ കൊണ്ടുവരാനും അവിടെയുള്ള ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കാനും ഇത്തരം സംഘടനകൾക്ക് സാധിക്കണം. ഇവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങൾക്ക് സാധിക്കണം. അതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്. Thank you very much, Pastor. Thank you. Very good. ദാനി പറയുന്നത് മുഹമ്മദ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യന്ത്രത്തോക്കോ ബോംബുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മുഹമ്മദാരും കാണുകയില്ലെന്നാണ്. അതേ എൻ്റെ ഒരു കാരണം. അത് തെറ്റിദ്ധാരണയാണ് ദാനി. കാരണം ഇവരെ മനുഷ്യര് എന്തുകൊണ്ടാണ് ലോകത്ത് ഭയക്കുന്നത് എന്ന് ചോദിച്ചാൽ മറ്റുള്ളവർക്ക് ജീവിക്കണം എന്നതുകൊണ്ടാണ്. ഇപ്പോ ഒരു മാളിനുള്ളിലേക്ക് ഒരു 4-5 പേര് കയറി ഒന്ന് ആക്രമിക്കുക, അപ്പൊ മാളുകാരൻ അവിടുന്ന് പതുക്കെ ഇറങ്ങി മാറുക, നമ്മളെല്ലാം ഓടുക. മറ്റേ കാരണം നമുക്ക് ജീവിക്കണം, മക്കളും ഭാര്യയൊക്കെ ഉണ്ട്. ഇതുപോലെ തുനിഞ്ഞിറങ്ങുന്നവർ അപ്പുറത്തുണ്ടെങ്കിൽ ഒരു ചുക്കും നടക്കുകയില്ല, ഒന്നും നടക്കുകയില്ല. ഇവൻ ബോംബും കൊണ്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പ് പണിയോടെ കിട്ടും. അതല്ല ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഏതാണ്ടെല്ലാം ചെയ്യുമെന്നാ പറയും. പക്ഷെ അവനവിടെ തയ്യാറായി വരുമ്പോഴത്തേക്ക്
ഇവൻ പണി കൃത്യം കൊടുത്തിരിക്കും. ഇവൻ ആലോചിച്ച് വരുമ്പോഴത്തേക്ക് പണി കൊടുക്കും. ഇവൻ മനസ്സിൽ ഊഹിക്കുന്ന നോക്കി നടപ്പിലാക്കാൻ കഴിയുന്ന ഇന്റലിജൻസ് സംവിധാനം ആ നാട്ടിലുണ്ട്. ഏത് ക്രിസ്ത്യൻ രാജ്യത്തിനും ഏത് അറബി രാജ്യത്തിന്റെ 1000 ഇരട്ടി പവറുണ്ട്. പക്ഷെ അവരത് അങ്ങനെ ചെയ്യാത്തെന്താ? അത് പണം വെറുതെ കളയാൻ ഈ രൂപത്തിലൊന്നും ചെയ്യാനില്ല. അല്ലെ അടിച്ചൊതുക്കാൻ എന്താ പാട്? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഇസ്രായേൽ വേറൊരു യുദ്ധമുഖം തുറക്കുക, മറ്റൊന്നുമില്ലാതെ നേരെ പാലസ്തീനികളെ അങ്ങ് അടിച്ചൊതുക്കാൻ തീരുമാനിച്ചു. അതിന് ഇത്തിരി ഈ പറയുന്ന ഒരു റിസ്ക്കും ഇല്ല. പക്ഷെ അവരത് ചെയ്യാത്ത എന്താന്ന് വെച്ചാൽ അന്തർദേശീയ മര്യാദകളുണ്ട്. അവർക്ക് ലോകത്തിന്റെ മുമ്പിൽ അവർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സ്റ്റാൻഡുണ്ട്, അത് ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ അവർക്കും ചില പ്രയാസങ്ങൾ ഉണ്ടാവും. ഇന്റർനാഷണൽ പോളിസികളെയൊക്കെ അത് ബാധിക്കും. നേരെ പാലസ്തീൻ പോലൊരു ഏതാനും പഞ്ചായത്തുകൾ മാത്രമുള്ള ഒരു മേഖലയെ മുഴുവൻ കീഴടക്കി സ്വന്തമാക്കാൻ ഒരു പ്രയാസമില്ല. ഇപ്പൊ ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന കുറെ രാജ്യമുണ്ട്, ഈ ബംഗ്ലാദേശോ മാലിദ്വീപോ. മാലിദ്വീപ് എന്നൊക്കെ പറഞ്ഞ ചെറിയ സ്ഥലങ്ങളാണ്. അവിടേക്ക് പട്ടാളം പോലും വേണ്ട, പോലീസ് ഇറങ്ങിയാൽ മതി. ലാത്തി ചാർജ് വഴി കീഴടക്കാവുന്ന സ്ഥലങ്ങളാണ് ഇന്ത്യക്ക്. ഇന്ത്യ എന്താ ചെയ്യാത്തെ? നമ്മളതല്ല പോളിസി. ഇത് വേറൊരു രാജ്യത്തെ പിടിച്ച് കൂടെ നിർത്തിയിട്ടുണ്ട്, ഒരു കാര്യവും നമുക്കില്ല. അപ്പൊ ഇവരും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. തിരിച്ച് ഒരു രാജ്യം കൂടി തങ്ങളുടെ പരിധിക്ക് വരുമ്പോൾ എന്തോ കിട്ടും എന്ന നിലയിൽ വന്നാലുള്ള സ്ഥിതി അത് പട്ടിണി രാജ്യമായി മാറത്തുള്ളൂ. അപ്പൊ നമുക്ക് വേറൊരു രീതി എടുക്കാം. പാലസ്റ്റൈൻ. ഈ പാലസ്റ്റൈന് സ്വയംഭരണ അവകാശവും എല്ലാം അങ്ങ് കൊടുത്തു, ഇസ്രയേലിൽ കൊടുക്കുകയാണ്. ഹമാസ് ഭരിക്കട്ടെ, അല്ലെ ഇങ്ങനെ കൊടുക്കുകയാണ്. ഇന്ന് അഫ്ഗാനിൽ നടക്കുന്നതിന്റെ ആവർത്തനമായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പുറത്ത് അതല്ലെങ്കിൽ ഒരു അറബി രാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് പോലും അത് പാലിക്കില്ല എന്ന് പറഞ്ഞാൽ അവരെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഏറ്റുമുട്ടലും കാര്യമൊക്കെ ഉണ്ട്. അറബികൾ അതിൽ കുറെ മാന്യരാണ്, മാറ്റമുള്ള മനുഷ്യരാണ്. ഇതിലൊരു കാര്യം കൂടെ കണ്ടത്, ഈ മുസ്ലിങ്ങളല്ല, അറബികളല്ല, കൺവേർട്സ് ഒത്തിരി ഉണ്ട്, അറബികൾ കുറവാണ്. അതുകൊണ്ട് അറബ്സിന് ഒരു പാകിസ്ഥാനി മുസ്ലിമിനോടൊന്നും വലിയ ബഹുമാനവും താല്പര്യമൊന്നുമില്ല. അപ്പൊ അറബ്സ് ഇപ്പം മറ്റ് സ്റ്റേറ്റുകളിൽ ചെന്നാല്, ഇപ്പോൾ അമേരിക്കയിലൊക്കെ അറബ്സ് ഉണ്ട്, ജോലിയോട് ബന്ധപ്പെട്ടൊക്കെ ചെന്ന ആളുകളുണ്ട്. അറബ്സ് ഒത്തിരി UK-യിലുണ്ട്. അവിടേക്ക് വന്ന മറ്റ് മുസ്ലിംസ് ഉണ്ട്. അവരെ പോലെയല്ല അറബ്സ്, അവരവരുടെ കുലീനത്വമൊക്കെ സൂക്ഷിക്കും. അങ്ങനെ തന്നെയാണ് അവർ പോകുന്നത്. എന്നാൽ ഇവര് വ്യത്യസ്തരാണ്. ഇതുപോലെ പാലസ്തീൻ ഒരു വലിയ ടെററിസത്തിന്റെ ഹബ്ബായിട്ട് മാറും. ഇപ്പൊ ഇസ്രയേൽ അതാണ് ഇവരെ കാല് തൊടാൻ സമ്മതിക്കാത്തതിന്റെ കാരണം. ഇനി ഒന്നുകൂടി, ഈ പാലസ്തീനും ഈ ഇഷ്യൂസും എന്ന് ഇവിടെ കത്തിച്ചു നിർത്തേണ്ടത് ഈ ഹമാസിന്റെ ഈ ഹിസ്ബുള്ളയുടെ ഒക്കെ ആവശ്യമാണ്. കാരണം ഇവർ ഇത് വെച്ചാ പിരിക്കുന്നത്, ഇവരെ കാണിച്ച്. പിന്നെ നമ്മൾ ചില മാധ്യമ വാർത്തകൾ വരുന്നതനുസരിച്ച് വലിയ തുരങ്കങ്ങൾ, കിലോമീറ്റർ കണക്കിന് തുരങ്കം ഭൂമിക്ക് അടിവഴി ഉണ്ടാക്കിയിട്ട് ഇത് ഈജിപ്തിലേക്കൊക്കെ കടക്കാൻ രഹസ്യ വഴികൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഇപ്പൊ നശിപ്പിക്കുന്നുണ്ട്. അത് ഇസ്രയേലിനറിയാം ഇതൊക്കെ ഇവിടെ ഉണ്ടെന്ന്, അതിന്റെ മുഴുവൻ രൂപരേഖ അവന്റെ കയ്യിലുണ്ട്. അല്ല അതൊന്നും അല്ല, ചെറിയ രാജ്യത്ത് ഇങ്ങനെ പണിത് അറിയത്തില്ല. അവർക്കിതെല്ലാം ഉണ്ട്. സമയം വരുമ്പോൾ പ്രയോഗിക്കാൻ അവർക്ക് അറിയുകയും ചെയ്യും. എത്രത്തോളം പോന്നെങ്കിൽ പോട്ടെ, ഇത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെല്ലാം ഇപ്പൊ കീഴടക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഒരു തുരങ്കം ഉണ്ടാക്കാൻ വരുന്ന പാട്? നമ്മുടെ പാലക്കാട് ഒരു തുരങ്കം ഉണ്ടല്ലോ, കുതിരാൻ, 1.5 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഇത് ഉണ്ടാക്കിയെടുക്കാൻ സർക്കാരിന് എത്ര കോടി വന്നു നിങ്ങൾ ആലോചിക്കണം. ഇത് കേവലം തുരങ്കമല്ല, ഇതിനകത്ത് ഹൈവേയും ഓഫീസുകളും സൗകര്യമൊക്കെ ഉണ്ടാക്കിയേക്കാണ്. ഇത് ആര് കൊടുത്ത പൈസയാണ്? എന്നിട്ടാണ് പറയുന്നത് പാലസ്തീനി പട്ടിണിയാണ്, കുഞ്ഞുങ്ങൾ ക്യൂ നിൽക്കുകയാണ്. ഇത് എവിടെ നിന്ന് കിട്ടുന്ന പണമാണ്? ഇതുകൊണ്ട് ഇവിടെ കെട്ടിടം കെട്ടിപ്പൊക്കി മാന്യമായ വിധത്തിൽ ഈ കുഞ്ഞുങ്ങളെ പരിരക്ഷിച്ച് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് വിവേകം കൊടുത്ത് അടുത്ത് കിടക്കുന്നവ ശത്രുവല്ല മിത്രമാണെന്ന് പറഞ്ഞ് നല്ല ധാരണയിൽ പോകേണ്ട രാജ്യങ്ങളല്ലേ. ഈജിപ്റ്റ് ഇസ്രയേലുമായിട്ട് പ്രശ്നമില്ല, ഉള്ളിൽ എന്താണെങ്കിലും. യോർദാനുമായിട്ട് നല്ല ടൈപ്പാണ്. നിങ്ങൾ യോർദാനെ കണ്ടുപടി, അതല്ലെങ്കിൽ ഈജിപ്തിനെ കണ്ടുപടി. നമ്മൾ തമ്മിൽ തലചലിച്ചാൽ നമുക്കാണ് നഷ്ടമെന്ന് ബോധ്യപ്പെടുത്തി ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കേണ്ടതിന് പകരം ഇങ്ങനെ പണം പിരിച്ച് ഭൂമിക്കടിയിൽ ബങ്കറുകൾ ഉണ്ടാക്കി, തുരങ്കങ്ങൾ നീളത്തിലുണ്ടാക്കി, ഈ പണം മതി ഇവരെ പട്ടിണി മാറ്റാൻ, വിവേകം കൊടുക്കാൻ, അറിവ് കൊടുക്കാൻ. ഇവിടെയാണ് നമ്മൾ കാണേണ്ടത് ഇവർ ക്ഷമയർഹിക്കുന്നില്ല, ഈ തീവ്രവാദികൾ ക്ഷമയർഹിക്കുന്നില്ല. ഇവരെ വെച്ച് പണം പിരിച്ച് $1 ആസ്തി വർദ്ധിപ്പിക്കാൻ മാത്രമാണ് ഇപ്പോഴത്തെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും.